ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററിയാണ്, അതായത് ഇസ്ലാമിക ചരിത്രം. അതിലെ 7ാമത്തെ ചാപ്റ്റർ അഡ്വെന്റ് ഓഫ് ഇസ്ലാം ഇൻ കേരള. കേരളത്തിൽ ഇസ്ലാം എങ്ങനെയാണ് എത്തിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: കേരളത്തിൽ ഇസ്ലാം എങ്ങനെ എത്തി? ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതിന്റെ ഉത്തരം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമോ എന്ന്. പക്ഷെ ഒരു ടെൻഷനും വേണ്ട, ഈ ഒരു വിശകലനം കഴിയുമ്പോഴേക്കും പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കും. അപ്പോ ആദ്യം തന്നെ എന്തിനാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്? പരീക്ഷയ്ക്കിത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഇത് കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിമരയ്ക്കാർമാരെക്കുറിച്ചും ടിപ്പു സുൽത്താനെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ മിക്കവാറും പരീക്ഷകളിൽ കാണാറുണ്ട്. അതുകൊണ്ട് ഓരോ ഭാഗവും നന്നായി ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട്, കേരളത്തിൽ ഇസ്ലാം എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ചുള്ള പല തിയറികളും നിങ്ങൾക്ക് ഈസിയായിട്ട് വിശദീകരിക്കാൻ പറ്റും. കച്ചവടക്കാരും മതപ്രചാരകരും എന്തൊക്കെയാണ് ചെയ്തതെന്ന് വിവരിക്കാൻ സാധിക്കും. പിന്നെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നൊരു കാര്യമുണ്ട്, അല്ലേ? ആരായിരുന്നു അലി രാജാക്കന്മാർ? ആരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർമാർ? ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറ്റാം. അത് കൃത്യമായിട്ട് വേർതിരിച്ചു പറയാൻ നിങ്ങൾ പഠിക്കും. കൂടെ ടിപ്പു സുൽത്താന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനും പറ്റും. ഏറ്റവും പ്രധാനമായിട്ട്, ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നല്ല കോൺഫിഡൻസോടെ ഉത്തരമെഴുതാൻ നിങ്ങൾ റെഡിയാവും. ഓക്കെ, അപ്പം നമുക്ക് കഥയുടെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? പണ്ടേ നമ്മുടെ കേരളത്തിലെ ഈ കുരുമുളകും ഏലക്കയുമൊക്കെ പോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് അറേബ്യയിൽ ഭയങ്കര ഡിമാൻഡായിരുന്നു. അങ്ങനെ കപ്പലുകൾ വഴി നടന്ന ആ കച്ചവടം വെറും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല. അത് പുതിയ ആശയങ്ങളും പുതിയ വിശ്വാസങ്ങളുമൊക്കെ കേരളത്തിലേക്ക് എത്താനുള്ളൊരു പ്രധാനപ്പെട്ട വഴിയായി മാറി. ഈ കച്ചവട ബന്ധങ്ങളൊക്കെ വളർന്നപ്പോൾ സ്വാഭാവികമായും ആളുകൾ തമ്മിൽ അടുത്തു, അല്ലേ? മാപ്പിളമാർ എന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ആരാണിവർ? കുറേ കാലം ഇവിടെ കച്ചവടത്തിനായിട്ട് തങ്ങിയ അറബി മുസ്ലിം വ്യാപാരികൾ കേരളത്തിലെ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ ജനിച്ച അവരുടെ പിൻഗാമികളെയാണ് നമ്മൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാപ്പിളമാർ എന്ന് വിളിച്ചിരുന്നത്. ശരി, ഇന്ന് നമുക്ക് പ്രധാന ആശയങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ കോൺസെപ്റ്റ്, ഇസ്ലാമിന്റെ ആഗമനം. ഇസ്ലാം എപ്പോഴാണ് കേരളത്തിലെത്തിയതെന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 കാഴ്ചപ്പാടുകൾ നമുക്കൊന്ന് നോക്കാം. ചരിത്രകാരന്മാർ പറയുന്ന പ്രധാനപ്പെട്ട 3 അഭിപ്രായങ്ങൾ ഇവയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തെ തിയറി പറയുന്നത് ഇസ്ലാം 7ാം നൂറ്റാണ്ടിൽ തന്നെ, അതായത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതകാലത്ത് തന്നെ കേരളത്തിൽ എത്തി എന്നാണ്. ചേരമാൻ പെരുമാളിന്റെ ഐതിഹ്യമാണ് ഇതിന് പ്രധാന തെളിവായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് ഇസ്ലാം എത്തിയത് 8ാം നൂറ്റാണ്ടിലാണ്. ഇതിന്റെ തെളിവെന്താ? കൊല്ലത്തിനടുത്തുള്ള പന്തലായനിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പഴയ മുസ്ലിം ശവകുടീരത്തിലെ എഴുത്താണ് അതിന് കാരണം. ഇനി മൂന്നാമത്തെ അഭിപ്രായം, ഇത് പ്രകാരം ഇസ്ലാം 9ാം നൂറ്റാണ്ടിലാണ് എത്തിയത്. അതിനുള്ള തെളിവ് AD 849 പ്രശസ്തമായ തരിസാ പള്ളി ചെപ്പേടുകളാണ്. അതിൽ മുസ്ലിങ്ങളെക്കുറിച്ച് സാക്ഷികളായി പറയുന്നുണ്ട്. ശരി, അപ്പോ ഇസ്ലാം എങ്ങനെ കേരളത്തിലെത്തി എന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി അത് എങ്ങനെ ഇവിടെയെല്ലാം പ്രചരിച്ചു എന്ന് നോക്കാം. ഇതിന് സഹായിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെയും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെയും കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ ചില വ്യക്തികളുടെ പങ്ക് വളരെ വലുതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ഓർത്തുവെക്കേണ്ട പേരാണ് മാലിക് ഇബ്നു ദീനാർ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു സംഘടിത മതപ്രബോധക സംഘത്തെ കേരളത്തിലേക്ക് നയിച്ചതും ആദ്യത്തെ പള്ളികളൊക്കെ സ്ഥാപിച്ചതും. അദ്ദേഹത്തെ കൂടാതെ പൊന്നാനിയിലെ മഖ്ദൂം കുടുംബവും ബാ അലവിയും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാ അലവിയുടെ പ്രവർത്തനങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ ഒരു കാരണമായി. ഇസ്ലാം മതം ഇവിടെ ഇത്രയധികം വളരാൻ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തുവെക്കണേ. ഒന്നാമത്തേത്, ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ സപ്പോർട്ട്. കോഴിക്കോട്ടെ സാമുദ്രിയെ പോലുള്ളവർക്കറിയാമായിരുന്നു അറബി കച്ചവടക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. അതുകൊണ്ടവർ എല്ലാ സഹായങ്ങളും നൽകി. രണ്ടാമത്തേത്, അതിലും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക കാരണമാണ്. അന്ന് നിലനിന്നിരുന്ന ആ കടുത്ത ജാതിവ്യവസ്ഥയിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിച്ച സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക് ഇസ്ലാം മതം ഒരു പുതിയ വാതിൽ തുറന്നുകൊടുത്തു. ഇസ്ലാമിന്റെ വളർച്ചയോടെ കേരളത്തിന്റെ ചരിത്രത്തിൽ 2 പ്രധാനപ്പെട്ട മുസ്ലിം ശക്തികൾ ഉയർന്നുവന്നു: അറയ്ക്കൽ ഭരണാധികാരികളും കുഞ്ഞാലിമരയ്ക്കാർമാരും. ഇവരെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി പലർക്കും പരീക്ഷയിലെ തെറ്റുപറ്റുന്നൊരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്.
അലി രാജാക്കന്മാരും കുഞ്ഞാലി മരയ്ക്കാർമാരും. ഇവർ രണ്ടും ഒന്നാണോ? അല്ലേയല്ല. നമുക്കത് ക്ലിയറാക്കാം. അലി രാജാക്കന്മാരെന്ന് പറയുന്നത് കണ്ണൂരിലെ അറയ്ക്കൽ രാജവംശത്തിലെ ഭരണാധികാരികളാണ്. സിമ്പിളായി പറഞ്ഞാൽ കേരളത്തിലെ ഒരേയൊരു മുസ്ലിം രാജകുടുംബം. എന്നാൽ കുഞ്ഞാലി മരയ്ക്കാർമാരോ? അവർ കോഴിക്കോട്ടെ സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാരായിരുന്നു. ചുരുക്കത്തിൽ ഒരാൾ രാജാവ്, മറ്റൊരാൾ സേനാപതി. ഈ വ്യത്യാസം കൃത്യമായി ഓർത്തുവെക്കുക. ഇനി നമ്മൾ കേരള ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്: മൈസൂർ ഭരണം. മൈസൂരിലെ ശക്തരായ ഭരണാധികാരികളായ ഹൈദരലിയും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനും മലബാറിൽ ഭരണം നടത്തി. അവരുടെ ഭരണം മലബാറിൽ വലിയ മാറ്റങ്ങൾക്കാണ് കാരണമായത്. ടിപ്പു സുൽത്താൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് ഒരു 4-5 പോയിന്റുകൾ ഉറപ്പായും പഠിക്കണം. ഒന്നാമത്തേത് ഭൂപരിഷ്കരണം. ആദ്യമായിട്ട് ഭൂമി അളന്നു തിട്ടപ്പെടുത്തി കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന ഒരു സിസ്റ്റം തുടങ്ങി. ഇതിന്റെ ഗുണമെന്തായിരുന്നു? ഇടനിലക്കാരുടെ ചൂഷണം അവസാനിച്ചു. രണ്ടാമത്തേത് റോഡുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. കോഴിക്കോട് പാലക്കാട് പോലുള്ള പ്രധാന പാതകൾ നിർമ്മിച്ചത് വ്യാപാരത്തിന് വലിയ സഹായമായി. മൂന്നാമതായി സാമ്പത്തിക പരിഷ്കാരങ്ങൾ. കൃഷിക്ക് വായ്പകൾ കൊടുത്തു, കുരുമുളക് പോലുള്ള സാധനങ്ങൾക്ക് ന്യായമായ വില നിശ്ചയിച്ചു. നാലാമത്തേത് സാമൂഹിക പരിഷ്കാരങ്ങൾ. ഇത് വളരെ വിപ്ലവകരമായിരുന്നു. താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകി, കൂലിയില്ലാതെ ജോലി ചെയ്യിക്കുന്നത് നിരോധിച്ചു. ശരി, നമ്മളിപ്പോൾ പ്രധാന ആശയങ്ങളെല്ലാം പഠിച്ചു. ഇനി പരീക്ഷയ്ക്കെങ്ങനെ നല്ലൊരു ഉത്തരം എഴുതാമെന്ന് നോക്കാം. ഈ അധ്യായത്തിലെ ഒരു പ്രധാന വിഷയത്തെ ബേസ് ചെയ്ത് ഉത്തരം എഴുതേണ്ട രീതി നമുക്ക് പഠിക്കാം. ഉദാഹരണത്തിന്, മൈസൂർ ഭരണത്തിന്റെ സ്വാധീനം എന്നതിനെക്കുറിച്ചൊരു ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം എഴുതും? നമുക്ക് 4 സ്റ്റെപ്പുകളായിട്ട് നോക്കാം. സ്റ്റെപ്പ് 1, ഇൻട്രൊഡക്ഷൻ. ഇവിടെ ഹൈദരലിയെയും ടിപ്പു സുൽത്താനെയും കുറിച്ച് ഒരു വാചകത്തിൽ പരിചയപ്പെടുത്തുക. സ്റ്റെപ്പ് 2, പ്രധാന ഭാഗം. ഇവിടെ വെറുതെ വാരിവലിച്ചെഴുതരുത്. ഭൂപരിഷ്കാരങ്ങൾ, സാമൂഹിക പരിഷ്കാരങ്ങൾ എന്നൊക്കെ കൃത്യമായി സബ്ഹെഡിങ്ങൾ കൊടുക്കുക. സ്റ്റെപ്പ് 3, ഉദാഹരണങ്ങൾ. ഓരോ തലക്കെട്ടിന്റെ താഴെയും നമ്മൾ പഠിച്ച ഉദാഹരണങ്ങൾ ചേർക്കുക. ഭൂമി അളന്നത്, റോഡ് നിർമ്മിച്ചതുപോലെ. സ്റ്റെപ്പ് 4, ഉപസംഹാരം. അവരുടെ ഭരണം മലബാറിൽ ഒരു സാമൂഹിക വിപ്ലവം തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ട് അവസാനിപ്പിക്കുക. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല മാർക്ക് കിട്ടും. പരീക്ഷയിൽ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില സാധാരണ തെറ്റുകളുണ്ട്. അവ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഒഴിവാക്കാമെന്നും നമുക്ക് നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്: അലി രാജാക്കന്മാർ ഭരണാധികാരികളും കുഞ്ഞാലി മരയ്ക്കാർമാർ സേനാപതികളുമാണ്. ഇത് തമ്മിൽ മാറിപ്പോകരുത്. രണ്ടാമത്തെ കാര്യം ഒരു സ്റ്റഡി ടിപ്പാണ്. ടിപ്പുവിന്റെ പരിഷ്കാരങ്ങളെല്ലാം കൂടി കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കരുത്. പകരം ഏറ്റവും പ്രധാനപ്പെട്ട 4-5 എണ്ണം തിരഞ്ഞെടുത്ത് അത് കൃത്യമായി പഠിച്ചുവെക്കുക. ക്വാളിറ്റിയാണ് പ്രധാനം, ക്വാണ്ടിറ്റി അല്ല. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായും പഠിച്ചിരിക്കേണ്ട 5 പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവയാണ് ഈ പാഠത്തിന്റെ കാതൽ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം. 1, ചേരമാൻ പെരുമാളിന്റെ ഐതിഹ്യം. 2, മാലിക് ഇബ്നു ദീനാറിന്റെ പങ്ക്. 3, അറയ്ക്കലെ അലി രാജാക്കന്മാർ. 4, കുഞ്ഞാലി മരയ്ക്കാർമാരുടെ പോരാട്ടം. 5, ടിപ്പു സുൽത്താന്റെ പരിഷ്കാരങ്ങൾ. ഈ 5 വിഷയങ്ങൾ പഠിച്ചാൽ ഈ അധ്യായം നിങ്ങളുടെ കയ്യിലിരിക്കും. ശരി, ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. ഒരു അവസാനവട്ട റിവിഷൻ. ഞാൻ വളരെ പതുക്കെയും വ്യക്തമായും ഓരോ പോയിന്റും പറയാം. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കും. ഇസ്ലാമിന്റെ ആഗമനം അറബി വ്യാപാരികൾ വഴി. ആദ്യത്തെ മതപ്രബോധകർ മാലിക് ഇബ്നു ദീനാറും സംഘവും. ഏക മുസ്ലിം രാജകുടുംബം കണ്ണൂരിലെ അലി രാജാക്കന്മാർ. പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്തത് കുഞ്ഞാലി മരയ്ക്കാർമാർ. മലബാറിലെ പ്രധാന പരിഷ്കാരങ്ങൾ ഹൈദരലിയും ടിപ്പു സുൽത്താനും. ഈ കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. പരീക്ഷയടുത്തെത്തി. നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം നൽകാനും പഠനം എളുപ്പമാക്കാനും ചില കാര്യങ്ങൾ പറയാം. ധൈര്യമായിട്ടിരിക്കൂ, നിങ്ങൾക്കിത് സാധിക്കും. നിങ്ങളുടെ മുന്നിൽ ഒരാഴ്ചയുണ്ടെങ്കിൽ ഇതാ ഒരു സിമ്പിൾ സ്റ്റഡി പ്ലാൻ. ആദ്യത്തെ 2 ദിവസം ഈ വിശകലനം ഒന്നുകൂടി കണ്ട് സ്വന്തമായിട്ട് നോട്ട്സ് തയ്യാറാക്കുക. അടുത്ത 2 ദിവസം പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി പരിശീലിക്കുക. 5-6 ദിവസങ്ങളിൽ ദിവസവും വെറും 10 മിനിറ്റ് നിങ്ങൾ തയ്യാറാക്കിയ നോട്ടുകൾ വായിച്ചാൽ മതി. 7-ാം ദിവസം എല്ലാം ഒന്നുകൂടി വേഗത്തിൽ ഓർത്തെടുക്കുക. ഇത്രയും ചെയ്താൽ നിങ്ങൾ പരീക്ഷയ്ക്ക് ഫുൾ റെഡിയായിരിക്കും. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ.